ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള പൈപ്പുകൾ, PVC പൈപ്പുകൾ നമുക്ക് വീണ്ടും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ അടുപ്പിച്ച് മുറിക്കേണ്ടി വന്ന പൈപ്പുകളൊക്കെ ഉണ്ടാവും. ഇതുപോലെ റെഡ്യൂസറോ അതല്ലെങ്കിൽ ബെൻഡോ ഒക്കെ നമുക്ക് അടുപ്പിച്ച് മുറിക്കേണ്ടി വന്ന അതുണ്ടാവും. അപ്പോൾ നമുക്കിതിപ്പോൾ രണ്ട് മാർഗ്ഗമാണല്ലോ. ഒന്ന്, നമുക്കിത് ചൂടാക്കിയിട്ട് ഇവിടെ കയറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ റെഡ്യൂസർ വെച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ ചിലപ്പോൾ അടുപ്പിച്ച് മുറിക്കേണ്ടത്, ഇത്ര അടുത്തൊക്കെ മുറിച്ച് പോയ പീസുകൾ ഉണ്ടാവും. അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒഴിവാക്കുക ചെയ്യുക. കാരണം നമുക്ക് വേറെ എവിടെ ജോയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ മുറിച്ചിട്ടുള്ള പീസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒട്ടിച്ചതാണ്. അപ്പോൾ ഇനി ഇത് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് വേറെ റെഡ്യൂസർ വെച്ചിട്ട് ചെയ്യാം. റെഡ്യൂസർ ഒന്നും ഇല്ലാതെ ഇത് തന്നെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ആണ്. അപ്പോൾ അത് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. വാട്ടർ ടാങ്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അതിൻ്റെ ടാങ്ക് കണക്ടർ മുറിച്ചെടുത്തതാണിത്. അപ്പോൾ അതിൻ്റെ ആ പൈപ്പ്, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള PVC നമുക്ക് ഒഴിവാക്കാൻ അതിൻ്റെ സോൾവെൻ്റ് അല്പം അതിൻ്റെ ഉള്ളിൽ തേച്ച് നമുക്കതൊന്ന് തീ കൊടുത്താൽ അതിങ്ങനെ ചൂടാക്കുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുകി വരും. ഉരുകി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയർ ഉപയോഗിച്ച് അത് നല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ച് എടുത്താൽ നമുക്കത് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന PVC പൈപ്പ് നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് സോൾവെൻ്റ് തേച്ചിട്ട് നമുക്കതുപോലെ PVC പൈപ്പ് അതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതിൻ്റെ ടാങ്ക് കണക്ടർ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആ കഷ്ണം ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ടാങ്ക് കണക്ടർ മൊത്തമായിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ടാങ്ക് കണക്ടർ ഊരാതെ തന്നെ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ പുറത്തു നിന്ന് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള ഏത് പൈപ്പിൻ്റെ മുകളിലും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് അതിനുള്ളിൽ സോൾവെൻ്റ് ഉപയോഗിച്ച് കത്തിച്ച് ഒഴിവാക്കാവുന്നതാണ്.